ഹായ്, ഇസ്മി ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുമില്ലേ, പണമാണ് അല്ലെങ്കിൽ സമ്പാദ്യമാണ് എന്നൊക്കെ അല്ലേ. അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഒരു സമയം എന്ന് പറയുന്ന കാര്യത്തിന് അല്ലേ. സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എല്ലാവർക്കും വളരെ പ്രയാസകരമാണല്ലേ. പക്ഷേ നമുക്കറിയാം, ഒരുപാട് മഹാന്മാരായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചവരായാലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ആ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ചെയ്യണമെന്നുണ്ടല്ലേ, ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിപ്പെടുന്നില്ല. കാരണം തീർച്ചയായിട്ടും നമ്മൾ ടൈം ഇല്ല എന്നുള്ളൊരു പരാതിയാണ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നീ വിളിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ, എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് ടൈമില്ല അതിനൊന്നും, അല്ലെങ്കിൽ മക്കളെ നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സമയമില്ല അല്ലേ. പഠിക്കാനൊക്കെ എക്സാമൊക്കെ ആണെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ അല്ലേ, ഇനി കുറച്ചുകൂടി ദിവസങ്ങളുണ്ട് അല്ലേ, നെക്സ്റ്റ് മന്ത് അല്ലേ എക്സാം, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അല്ലേ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് നാളെ ചെയ്യാം അല്ലേ, നാളെ നീളെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു സമയം, ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ, അത് മഹാന്മാരായാലും എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ് അല്ലേ. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വിജയിച്ചവർ ശരിക്കും സമയം യൂട്ടിലൈസ് ചെയ്ത് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പരാജയപ്പെട്ടവരോ മടിച്ചുകൊണ്ട് പിറകിലോട്ട് പോയി പിന്നെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത് അല്ലേ? വിജയിച്ചവരുടെ പാതയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഇന്ന്, അല്ലെങ്കിൽ പുറത്ത് പോകാനുണ്ട് അല്ലേ, എന്തെങ്കിലും എക്സ്ട്രാ ജോബ് ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് സമയം ക്രമീകരിക്കുക, നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഏതാണ് ചെയ്ത് തീർക്കേണ്ടത്, അത് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പിന്നീട് ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് ശരിക്കും സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, നമുക്ക് മാനസിക സമ്മർദ്ദം കൂടുന്നു അല്ലേ, ലാസ്റ്റ് സമയത്തേക്ക് വെച്ചുകൊണ്ട് പിരിമുറുക്കം വരും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഫുൾ ടൈം ജോലി ചെയ്യുക എന്നുള്ളത് അർത്ഥമില്ല. നമ്മുടെ ആരോഗ്യപരമായ ഭക്ഷണം, അതുപോലെ വ്യായാമം, ഉറക്കം, അതുപോലെ കുടുംബത്തോട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തൽ എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രയോറിറ്റി നല്ല കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലേ, നമുക്ക് സോഷ്യൽ മീഡിയ യൂസൊക്കെ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് സമയം ക്രമീകരിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിതിൽ കാണുന്നത് പോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ബട്ടർ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ എന്തൊരു സുന്ദരമാണ്. അതുപോലെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, പക്ഷേ ഇതിന് പിറകിലുള്ളൊരു എഫേർട്ട് എന്ന് പറയുന്നത് വലുതാണ്. കുറച്ച് ദിവസത്തേക്കുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി കറക്റ്റ് എഴുതി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം മാറ്റി വെക്കാനായിട്ടൊക്കെ ഉള്ളൊരു ടൈം കിട്ടും എന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.